അങ്ങനെ വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഭാഗമാ നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധിയുള്ള വേർപാടുള്ള ദൈവമക്കൾക്ക് ഒരാഭിചാരവും ഏക്കത്തില്ല. ആഭിചാരം കാണും, മന്ത്രവാദം കാണും, ക്ഷുദ്രപ്രയോഗം കാണും, ഗൂഢപ്രയോഗം കാണും, ലക്ഷണവിദ്യ കാണും, പല വിദ്യ കാണും. പക്ഷെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊന്നും ഏക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കൾ പേടിക്കരുത്. അവിടെ കൂടോത്രമുണ്ട്, അവിടെ ഇരിക്കട്ടെ. നമ്മക്ക് തന്നെ അവര് ആഭിചാരം ചെയ്യുന്നത്, അതിന് നമ്മക്ക് തന്നെ സ്തോത്രം. ചെല്ലി വന്ന് പേടിപ്പിക്കാനുള്ളത് ചെല്ലി പറഞ്ഞില്ല, പ്രാർത്ഥിച്ച്. വീടിന് തെക്ക് വശത്താരാ താമസിക്കുന്നത്? ഈ പെണ്ണുങ്ങളാ ഇത് കേട്ട് കൂടുതൽ ഇളകുന്നത്. എന്തോ പാസ്റ്റ് ഇടപെടണേ. അപ്പൊ ഈ വന്ന പ്രവാചകന് മനസ്സിലായി ചേമ്പ് ഈ കാലത്ത് വേകും, ഇത് വേകുന്ന കാലമാണ്. ഉടനെ ഭർത്താവ് പറയാനൊരുങ്ങി, തെക്ക് പുറത്ത് താമസിക്കുന്ന ആരാന്ന് പറയാനൊരുങ്ങിയപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായി. പറഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മാമ്മ പാസ്റ്റങ്ങ് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അവർക്ക് ഭയങ്കര അസൂയ. സ്വന്തം അനിയനാന്ന് ഓർക്കണം. ചിലത്ത് നടക്കുന്നതാ, സ്വന്തം അനിയനും കുടുംബമാണ്. പൂള് വെച്ച് കൊടുക്കുക. ഉടനെ പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. കാരണം അനിയനുമായിട്ട് അത്ര രസത്തില്ലാതെ ഇത് കേൾക്കും. ഉടനെ അമ്മാമ്മയുടെ ഡയലോഗ്, പാസ്റ്റർ ഞാൻ എപ്പോഴും പറയാം അവിടെ പോകരുതെന്ന് ഈ മനുഷ്യനോട്. ഇയാള് 5 മിനിറ്റ് കിട്ടിയ നേരെ അങ്ങോട്ട്. ഇപ്പൊ കേട്ടോ, ദൈവാത്മാവ് പറഞ്ഞ കേട്ടോ. പിന്നെ അമ്മാമ്മയും പ്രവാചകനുമായി ഇണക്ക് മൊത്തം. പ്രവാചകന്റെ ഫോൺ നമ്പരും അമ്മ വിളിച്ച് കൂടെ പാസ്റ്റർ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ. എന്തെല്ലാം അക്രമങ്ങളായി ഇതിനകത്ത് നടക്കുന്നത്. സ്തോത്രം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ലെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. നീ ശരിയായ നിലയിൽ ജീവിക്കുന്ന ദൈവഭക്തനാണെ നിനക്കൊന്ന് വേക്കുകയല്ല. ചില പറയാം അവര് ചെയ്തതാ, നിങ്ങൾ ഇവിടുന്ന് കെട്ടി ഒരാൾ ചെയ്ത ഉടനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണോ?